ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ടെലിവിഷൻ ഓണാക്കിക്കൊണ്ട് ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന പ്രിയ സഹോദരങ്ങളെ, നല്ലവനായ കർത്താവിന് മുമ്പിൽ നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ്സുകൾ കേട്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് നിങ്ങളത് കേൾക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളെല്ലാവരും ഈ സത്യം അറിയണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിലാണ് പറയുക. OM ബുക്സിൽ ചെന്നാൽ ഇതിൻ്റെ മുൻപുള്ള എപ്പിസോഡ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ ഒന്ന് കേട്ട് ധ്യാനിച്ചിട്ട് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നല്ലവനായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതല്ല യേശു ആ അവസരം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ, പാപിയായ മനുഷ്യനെ ദൈവം വീണ്ടെടുക്കാനായിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം തീരുമാനിച്ച ഒരു മാർഗം രക്തം ചിന്തപ്പെടണം എന്നുള്ളതാണ്. മനുഷ്യൻ കണ്ടുപിടിച്ചത് രക്തം ചിന്താതെയുള്ള മാർഗമാണ്. അതാണ് പർദീസായിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ അത്തിയിലെടുത്ത് ഉടുക്കുന്നത് മനുഷ്യൻ കണ്ടുപിടിക്കുന്ന മാർഗത്തെ സൂചിപ്പിക്കുന്നു. അത് സാധ്യമല്ല എന്ന് ദൈവം തെളിയിക്കുന്നതാണ്. അപ്പോൾ തന്നെ അവിടെ വെച്ച് ദൈവം രക്തം ചിന്തുകയാണ്. ഒരു കുഞ്ഞാടിനെ ബലി കഴിച്ചിട്ട് അതിൻ്റെ തോലെടുത്ത് മനുഷ്യനെ ഉടുപ്പിക്കുമ്പോൾ രക്തം ചിന്തി ആ സൽവേഷൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ സൽവേഷൻ അവൻ നടക്കുന്നത് ഈ രക്തം ചിന്തലിലൂടെയാണ് എന്ന് കാണിക്കുകയാണ്. ഇതാണ് ആബേലും കായേലിൻ്റെയും കാര്യത്തിലും. ആബേൽ രക്തം ചിന്തിയപ്പോൾ ദൈവം അത് സ്വീകരിച്ചു. കായേൽ രക്തമില്ലാത്ത ബലി കൊണ്ട് ചെന്നു, ദൈവം അത് തള്ളിക്കളഞ്ഞു. നമ്മൾ പഴയ നിയമം മുഴുവനും അത് കണ്ടു കഴിഞ്ഞതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ. എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനം യേശു വന്നപ്പോൾ അവർക്കിതൊക്കെ വചനത്തിലൂടെ ഇതെല്ലാം അറിയാം. അവരുടെ ജീവിതത്തിൽ അവർ മോശയിൽ കിട്ടിയ നിയമങ്ങളൊക്കെ പാലിക്കുന്നവരാണ്. അവർ രക്തം ചിന്തിയിട്ടുണ്ട്. കാളക്കുട്ടിയുടെയും ആട്ടിൻകുട്ടിയുടെ ഒക്കെ രക്തം ചിന്തിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ രക്ഷകൻ വന്നപ്പോൾ അവർക്കത് കാണാൻ സാധിച്ചില്ല. എന്താണ് പഴയ നിയമത്തിലുള്ള രക്തം ചിന്തൽ സൂചിപ്പിക്കുന്നത്, ആരെക്കുറിച്ചാണ് എന്ന് കാണുവാൻ തക്കവണ്ണം അവരുടെ ആത്മീയ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു വിശുദ്ധനായ പൗലോസ് എന്നറിയപ്പെടുന്ന സാവൂൾ. ഒരു യഹൂദ പ്രമാണി, ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ളവൻ, നിയമത്തിന് മുമ്പിൽ കുറ്റമില്ല എന്ന് അവൻ തന്നെ അഹങ്കരിച്ചെന്ന് പറയുന്നു ഫിലിപ്പിയർക്കാർക്ക് ലേഖനത്തിൽ. അങ്ങനെ എല്ലാം തികഞ്ഞവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ രക്തത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന, ഈ നസ്രനായ യേശുവിനെ പ്രസംഗിക്കുന്ന ക്രിസ്ത്യാനികളെ ഒതുക്കാനായിട്ട് അവരെ വേട്ടയാടി ജയിലിലടച്ചും പലരെയും കൊന്നുകളഞ്ഞ ഈ സാവൂള് ദൈവത്തിൻ്റെ കൃപയാൽ സത്യമറിഞ്ഞ് യേശുവാണ് ഈ രക്ഷകൻ എന്ന് മനസ്സിലാക്കി ആ യേശുവിനെ നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിച്ചതിന് ശേഷം അവൻ എഴുതിയൊരു ലേഖനത്തിൽ റോമ 10:1 മുതൽ 4 വരെ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. സഹോദരരെ, എൻ്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിനു വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീക്ഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നമ്മൾ വായിച്ചു കേട്ടതുപോലെ അവിടെ പറയുന്നു, പൗലോസ് പറയുകയാണ്, പൗലോസിൻ്റെ ആഗ്രഹം തൻ്റെ ഇസ്രായേൽ ജനം, തൻ്റെ ജനമായ ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടണമെന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ദൈവത്തിൻ്റെ ജനമാണെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേൽ ജനം, അതും അവൻ്റെ സ്വന്തം ജനം, രക്ഷിക്കപ്പെടണമെന്ന് അവൻ പ്രാർത്ഥിക്കുക? അവൻ പറയുന്നുണ്ട് അവർക്ക് ദൈവത്തെപ്പറ്റി അവർക്ക് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എനിക്കറിയാം, ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ആളായിരുന്നു. എനിക്കറിയാം എന്നെപ്പോലെ അവർക്കും ദൈവത്തിന് വേണ്ടി വലിയ തീക്ഷ്ണതയുണ്ടെന്ന്. അതിന് ഞാൻ സാക്ഷിയാണ്. എന്നാൽ ഇന്ന് എൻ്റെ കണ്ണുകൾ തുറന്നതുകൊണ്ട്
എനിക്കറിയാം അവരുടെ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കണം. നമുക്കൊക്കെ തീഷ്ണതയുണ്ട്. ദൈവത്തിൻ്റെ വചനപ്രകാരം ഈ തീഷ്ണത ശരിയായ അറിവിൻ്റെ തീഷ്ണതയാണോ? കാരണം ആ വചനം നമ്മൾ കേട്ടു. അവർക്ക് ശരിയായ അറിവില്ല. ഏതിനെക്കുറിച്ചുള്ള അറിവില്ല? ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള അറിവില്ല. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ നീതിയും രണ്ടാം. മനുഷ്യൻ്റെ നീതി അവൻ സ്വയം നീതീകരിക്കപ്പെടുന്നതാണ്. പർദീസയിൽ ആരംഭിച്ച അത്തിയല എടുത്തു കൊടുത്തു. അവൻ പിന്നെ മോശയിലൂടെ ലഭിച്ച കാളക്കുട്ടികളെയും ഒക്കെ കൊന്ന് രക്തം ചിന്തുന്ന ഒരു ബലി, അവൻ്റെ ആചാരങ്ങളും അവൻ്റെ അനുഷ്ഠാനങ്ങളും അവൻ്റെ പാരമ്പര്യങ്ങളും അവൻ്റെ നേർച്ച കാഴ്ചകളും അവൻ്റെ പെരുന്നാളുകളും, ഇത് മനുഷ്യൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി യേശുവാണെന്ന് നമ്മൾ വായിച്ചു കേട്ടു. ആ യേശു നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്തു, മനുഷ്യരാശിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ബുദ്ധിതലത്തിൽ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന അനേകർക്ക് യേശു ആരാണെന്നും യേശു എന്ത് ചെയ്തെന്നും ബുദ്ധിതലത്തിൽ അറിയാമെങ്കിലും, അനേകരുടെ വിശ്വാസ പ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും, എല്ലാ ദിവസവും ആ വിശ്വാസ പ്രമാണം ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ ബോധ്യമില്ല. കാരണം എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, യേശു മാത്രമാണ് രക്ഷകനെന്ന് വിശ്വസിക്കാത്ത അനേകം ക്രിസ്ത്യാനികളെ കണ്ടുമുട്ടിയവനാണ് ഞാൻ. ക്രിസ്ത്യാനികളെ, യേശു മാത്രമാണ് രക്ഷകനെന്ന് വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളെ, അത് കണ്ടുമുട്ടണമെങ്കിൽ, ആ യേശുവിൻ്റെ ആ യഥാർത്ഥ സത്യം അറിയണമെങ്കിൽ ബുദ്ധി കൊണ്ട് പഠിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, ആത്മാവ് മരിച്ചു കടന്നാൽ ദൈവികമായ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കത്തില്ല. കാരണം നമുക്ക് വന്നിരിക്കുന്നത് പൈശാചികമായ വിജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമല്ല. ദൈവത്തിൻ്റെ ജ്ഞാനം വീണ്ടും ജനിച്ച ഒരു മനുഷ്യന് വീണ്ടും അവൻ്റെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഒന്നിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായ, ദൈവത്തിൻ്റെ ജീവൻ തന്നെയായ, ദൈവത്തിൻ്റെ വചനം തന്നെയായ യേശുവിനെ കുറിച്ച് അറിയാൻ സാധിക്കത്തുള്ളൂ. പൗലോസിന് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു. പൗലോസ് അറിഞ്ഞത് എപ്പോൾ യേശുവിനെ സ്വീകരിച്ചോ അവന് മനസ്സിലായി യേശു ആരാണ്, ദൈവത്തിൻ്റെ നീതി എന്താണെന്ന്. അത് നമുക്കിന്ന് അറിയത്തില്ല. ദൈവത്തിൻ്റെ നീതി ആദ്യം മനസ്സിലാക്കണം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. ആത്മീയമായ നിത്യമായ വേർപെടൽ, ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ സാധിക്കാത്ത, ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടു പോയ നിത്യമായ വേർപെടൽ, ആത്മാവിൽ മരിച്ചുകൊണ്ട് ശരീരത്തിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ, ആത്മാവിൽ ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ട്, ദൈവത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട്, ദൈവവചനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട്, ദൈവമില്ലാത്തവർ, യേശുവിനെ അറിയാത്തവർ, അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജഡികമായി പിറന്നു വീണ ഞാനും നിങ്ങളും ഈ അവസ്ഥയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കത്തില്ല. കാരണം ഇത് മനുഷ്യരാശി അനുഭവിക്കുന്ന ഒരു പാപത്തിൻ്റെ ശമ്പളമാണ്. ആ പാപത്തിൻ്റെ ശമ്പളം ദൈവത്തിൻ്റെ വചനം പറയുന്നു മരണമാണ്. നിത്യമായ മരണം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മയ്ക്ക് സാധ്യമല്ലാത്ത, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കാത്ത, ദൈവവചനം വായിച്ചാലും കേട്ടാലും പ്രസംഗിച്ചാലും പഠിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. ബൈബിൾ പണ്ഡിതന്മാരായിരിക്കാം, പക്ഷെ ഒന്നും മനസ്സിലാകത്തില്ല.